മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് പിണറായി സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി മാത്രം അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടി രൂപയാണ് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 4 വർഷത്തിനുള്ളിൽ 2023 5 പുതിയ പദ്ധതികളും 24 8 പുതിയ പദ്ധതികളും ആവിഷ്കരിക്കാൻ നമുക്ക്. കൂടാതെ നിലവിലുണ്ടായിരുന്ന സഹായധനമെല്ലാം ഇരട്ടിയായോ അതിനിരട്ടിയായോ വർദ്ധിപ്പിച്ചു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 165 കോടിയിലധികം രൂപയാണ് 1.4 ലക്ഷത്തിലോളം മത്സ്യത്തൊഴിലാളി ഗുണഭോക്താക്കൾക്ക് ഈ ബോർഡ് വഴി നൽകിയതെന്നത് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളൊന്നായിട്ടാണ് ഞാൻ കാണുന്നത്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡാണ് മന്ത്രി വിതരണം ചെയ്തത്. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മന്ത്രി ഇത് നിർവഹിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ചരിത്ര നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 53.52 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റ് അനുബന്ധ കോഴ്സുകളിലേക്ക് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് കടന്നു വന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 97 മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾ MBBS വിദ്യാഭ്യാസം നേടിയെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണയും സൗജന്യ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലന ക്ലാസുകൾ സർക്കാർ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആൻറ്റി നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥൻ G ശാന്തകുമാർ ലഹരി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, മത്സ്യ ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.